നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2 ദിവസങ്ങൾക്ക് മുമ്പ് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമാണ് റോഡ്രിഗോ ഡി പോൾ MLS യുവേഫ ചാമ്പ്യൻസ് ലീഗിനേക്കാൾ ബുദ്ധിമുട്ടേറിയതാണ് എന്ന് പറഞ്ഞു എന്ന വാർത്ത. അപ്പോൾ നമ്മളത് അതിൻ്റെ പിന്നാലെ പോകണ്ടെന്ന് വിചാരിച്ച് നിന്നാണ്. അപ്പോഴാണ് ഇന്നൊരു കമൻറ്റ് കണ്ടത്. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സംഭവം വാർത്ത ശരിയാണോ? ഞാനതിന് ചിരിക്കുന്ന തരത്തിലുള്ളൊരു ഇമോജി ഇട്ടു. പക്ഷെ അതിൻ്റെ താഴെ വന്ന് ചില സുഹൃത്തുക്കളുടെ കമൻറ്റ്, അത് അണ്ണൻ ഫാൻസ് പടച്ചു വിടുന്നതാണെന്നൊക്കെ. അപ്പോൾ സത്യം എന്താണ് നമ്മൾ നോക്കുകയാണ്, ഇങ്ങനെ ഒരു വാർത്തയുണ്ടോ? ഈ എല്ലാ ന്യൂസ് ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ അതിന് സോഴ്സായിട്ട് വെച്ചത് മാർക്കയാണ്. എന്നാൽ പിന്നെ മാർക്കയെ തന്നെ തപ്പിയാൽ മതിയല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം കിട്ടാൻ വേണ്ടി. യെസ്, മാർക്കയുടെ റിപ്പോർട്ടിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. റോഡ്രിഗോ ഡി പോൾ ക്ലെയിംസ് വിന്നിംഗ് MLS ഈസ് ഹാർഡർ ദാൻ യുവേഫ ചാമ്പ്യൻസ് ലീഗ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് MLS വിജയിക്കാൻ. റോഡ്രിഗോ ഡി പോൾ അങ്ങനെ പറയുന്നു, അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു എന്നാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വാർത്തയുണ്ട്, അതിനാരും വെറുതെ പടച്ചുവിടുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, അത്ലറ്റിക്കോ ഡി മാഡ്രിഡിൽ ഏറ്റവും ഒടുവിൽ അവിടെയാണ് അദ്ദേഹം യൂറോപ്പിൽ കളിച്ചിരുന്നത്. യൂറോപ്പിൽ മറ്റ് ക്ലബ്ബുകളിലും റോഡ്രിഗോ ഡി പോൾ ഉണ്ടായിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗൊക്കെ കളിച്ച ആളാണ്. അതിനുശേഷം ഇപ്പോൾ MLS ഇൻ്റർ മയാമിക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻ്റർ മയാമിക്കൊപ്പം കിരീടം ചൂട് നമ്മൾ കണ്ടു, MLS കപ്പൊക്കെ നേടുന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ രണ്ടും കളിച്ച അനുഭവ സമ്പത്തിൽ നിന്നാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ഹാർഡർ ടു വിൻ MLS ദാൻ ദി ചാമ്പ്യൻസ് ലീഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. MLS കിരീടം ചൂടുക എന്നുള്ളത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. അത് തന്നെയാണ് കൃത്യമായി റോഡ്രിഗോ ഡി പോൾ പറഞ്ഞത്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അദ്ദേഹം അത് പറഞ്ഞ കോണ്ടെക്സ്റ്റും ഏത് അർത്ഥത്തിലാണ് എന്നുള്ളത് ഒന്നുകൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട്. മാർക്ക് തന്നെ അത് നൽകുന്നുണ്ട്. അതായത് അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നൊരു കാര്യം, MLS ഫോർമാറ്റ് അത് ടീമുകളെ കൺസിസ്റ്റൻ്റ്ലി ത്രൂ ഔട്ട് റെഗുലർ സീസൺ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാക്കുന്നുണ്ട്. ദെൻ ഡയറക്റ്റ് എലിമിനേഷനാണ് പ്ലേ ഓഫിൽ. അതിനുശേഷം പ്ലേ ഓഫിൽ ഡയറക്റ്റ് എലിമിനേഷൻ നടക്കുന്നു. അവിടെ ഒരു സിംഗിൾ മിസ്റ്റേക്ക് വരുത്തിയാൽ പോലും ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ലീഗ് ഘട്ടവും പിന്നെ അതിനുശേഷം ദ്വിപാദ നോക്കൗട്ട് സ്റ്റേജുമാണല്ലോ ഉള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാര്യങ്ങൾ ആ അർത്ഥത്തിൽ ആ ഫോർമാറ്റിൽ ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ ഡിബേറ്റ് ഉണ്ട്. MLS-നെയും യുവേഫ ചാമ്പ്യൻസ് ലീഗിനെയും ഒക്കെ ഒരുപോലെ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. ചാമ്പ്യൻസ് ലീഗ് കൂടുതൽ ഗ്ലോബലി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടൂർണമെൻ്റ് അല്ലേ എന്ന ചോദ്യമാണ് അതിലുള്ളത്. സോ അത് രണ്ട് തരത്തിൽ അതിനെ കാണുന്നവരുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണേണ്ടത് ഈ 2-3 പോയിന്റുകൾ വെച്ചിട്ടാണ്. ഒന്ന്, അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് MLS ഫോർമാറ്റ് ഡിമാൻഡ്സ് കൺസിസ്റ്റൻസി ആൻഡ് എ കോൺസ്റ്റൻറ്റ് കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി. ഒന്നാമത് അദ്ദേഹം പറയുന്ന കാര്യം അതാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് MLS എവറി മിസ്റ്റേക്ക് ക്യാൻ കോസ്റ്റ് ദി സീസൺ ബിക്കോസ് ഓഫ് ദി നോക്കൗട്ട് സിസ്റ്റം. പ്ലേ ഓഫിലെ നോക്കൗട്ട് സിസ്റ്റം അനുസരിച്ച് ഏതൊരു മിസ്റ്റേക്ക് വന്നാലും പുറത്തേക്ക് പോവാം. അതുപോലെ തന്നെ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രസ്റ്റീജിനെ ഡിനൈ ചെയ്യാൻ ഒന്നും ഈ ഒരു വാചകത്തിലൂടെ ശ്രമിച്ചിട്ടില്ല എന്നതും മനസ്സിലാക്കുക. അതിന് പകരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സോക്കറും ചലഞ്ചുള്ളതാണ് എന്നാണ് അതിനർത്ഥം. ഇതാണ് ഇപ്പോൾ മാർക്ക് തന്നെ വിശകലനം ചെയ്ത് വെക്കുന്നത്. ഏതായാലും ഇതങ്ങനെ ആരും വായുവിൽ നിന്ന് പടച്ചു വിട്ടതല്ല. റോഡ്രിഗോ ഡി പോൾ തന്നെ പറഞ്ഞതാണ്, MLS ജയിക്കുക എന്നുള്ളത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജയിക്കുക എന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.